ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. മിനി അമർനാഥ് എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് പ്രതീക്ഷിക്കാതെ അജോട്ടിന് വീക്ക് ഓഫ് ആയിരുന്നു, സൺഡേ ആണ്. വീക്ക് ഓഫ് എല്ലാ ആൾ ലീവ് എടുത്തതായിരുന്നു. അപ്പോൾ ഹെൽത്ത് കുറച്ച് മോശമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആൾ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വൈകിട്ട് 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 4:45 കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന്, അതായത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച്, പിന്നെ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് സിമ്പിളായിട്ടുള്ള സിമ്പിൾ സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ 6:45 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 7 മണിയാകുമ്പോഴേക്കും അമ്പലം അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി കയറുമായിരുന്നു. ആക്ച്വലി ആ അമ്പലത്തിൻ്റെ ആ കുന്നെന്ന് പറയുന്നുണ്ടല്ലോ, വലിയൊരു കുന്നാണ്. ശരിക്കും ഫുള്ളൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഫുൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അതായത് സ്റ്റാർട്ടിങ് നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കുത്തനെ താഴോട്ടൊരു ഇറക്കം, പിന്നെ നല്ലോണം കുത്തനെ ഒരു കയറ്റം, അത് കഴിഞ്ഞ് കുറച്ചൊരു ഉള്ളിലോട്ട് നടക്കണം. അങ്ങനെയാണ് കേട്ടോ. അതിനകത്ത് കുറേ പാർക്ക്, ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ വാട്ടർ പാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായി പോകുന്നതുകൊണ്ടും ലേറ്റ് ആയതുകൊണ്ടുണ്ടല്ലോ വേറെ എവിടെയും നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കറിയില്ല, ആദ്യം പോകുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു ഐഡിയ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ലേറ്റ് ആയത് കാരണം നമ്മൾ ഓടി ഓടി പോകുമായിരുന്നു. 7 മണിക്ക് നട അടയ്ക്കുന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് പോയാലും പക്ഷെ എന്തായാലും അമ്പലം അടിപൊളി, നല്ല രസം ഉണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കാണാൻ. അപ്പോൾ ആക്ച്വലി വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ ഇവിടെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആരും കാണാത്ത രീതിയിൽ ഒപ്പിച്ചിട്ടാട്ടോ വെളിയിൽ വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഉള്ളിൽ പോയിട്ട് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അലൗഡ് അല്ല വീഡിയോ. പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും ഇത് കണ്ടോ, 12 ശിലകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യം പോയി വെളിയിൽ പോകുമ്പോൾ നല്ലോണം ദീപാരാധന നടക്കുന്ന സമയമായിരുന്നു. നല്ലോണം ദീപാരാധന തൊഴുതു. അത് കഴിഞ്ഞ് പിന്നെയും കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ തൊഴുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് പോയി തൊഴുക കേട്ടോ. 12 വിഗ്രഹങ്ങളുണ്ടായിരുന്നു, 12 പ്രതിഷ്ഠകളുണ്ടായിരുന്നു. ശിവലിംഗം 12 ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തെ പറ്റി പറയണമെങ്കിൽ നമ്മുടെ മെയിൻ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥ് ടെമ്പിളിൻ്റെ തന്നെ ഒരു മിനി അമ്പലമാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു വേർഷനായിട്ടുള്ള മിനി ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. അപ്പോൾ അമർനാഥ് ടെമ്പിളിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അതേ പുണ്യം അവിടെ അതായത് അങ്ങോട്ട് എത്താൻ കഴിയാത്തവർക്ക് അതിൻ്റെ അതേ പുണ്യം നമുക്ക് ഇവിടെ വന്ന് തൊഴുതാൽ കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോലെ ചിന്മയ മിഷൻ്റെ അമ്പലങ്ങൾ വരുന്നില്ലേ ഗുരുവായൂരപ്പൻ്റെ, അപ്പോൾ അവിടെ ഗുരുവായൂർ പോകാൻ പറ്റാത്തവർക്ക് നമ്മൾ ചിന്മയ മിഷനിൽ പോകില്ല എന്നതുപോലെ തന്നെയാണ്. അതിനെക്കാട്ടിലും ഈ പറഞ്ഞ പോലെ ശരിക്കും ഒരു അമർനാഥിൻ്റെ ചെറിയ ഒരു പാർട്ടാണെന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലത്തെ ഗാന്ധിനഗർ എന്ന് പറയുന്ന സിറ്റിയിലാണ് കേട്ടോ. ആ ഒരു സിറ്റിയിലാണ്, അതായത് നമ്മുടെ ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഗാന്ധിനഗറിൽ നിന്നും ഒരു 24 കിലോമീറ്ററോളം ദൂരെയുള്ള അമരാപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വില്ലേജ്, അവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഗുഹ, അതായത് പകുതിക്ക് വെച്ച് പണി നിന്നതുപോലുള്ള രീതിയിലുള്ള അണ്ടർ കൺസ്ട്രക്ഷൻ്റെ രീതിയിലുള്ള ഒരു ഗുഹ. അതിനകത്ത് ഐസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ശിവലിംഗമുണ്ട്. അതാണ് മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അത് നമുക്കൊരിക്കലും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതിനടുത്തായിട്ട് തന്നെ വേറെ 12 ശിവലിംഗങ്ങളുടെ, അതായത് 12 ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠകളുണ്ട്, ജ്യോതിർലിംഗത്തിൻ്റെ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള 12 ജ്യോതിർലിംഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യപ്പെടുന്ന 12 ജ്യോതിർലിംഗങ്ങളും കൂടെ ഉള്ള ഒരു സമാഗമം എന്നൊക്കെ പറയാം നമുക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ശിവലിംഗത്തിൻ്റെ അടുത്തായിട്ട്, അതായത് മെയിൻ നമ്മൾ പറഞ്ഞ ഐസിൻ്റെ ശിവലിംഗമില്ലേ മെയിൻ പ്രതിഷ്ഠ, അതിൻ്റെ അടുത്തായിട്ട് തന്നെ പാർവതി ദേവിയുടെയും ഗണേശിയുടെയും പ്രതിഷ്ഠകളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഈ അമ്പലത്തിനെ പറ്റി പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ അമർനാഥിനെ പറ്റിയിട്ടെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ അമർനാഥിലത്തെ ഈ ശിവലിംഗം എന്ന് പറയുന്നത് ശരിക്കും അത് ഉദ്ഭവിക്കുന്നത് ഒരിക്കലും ഇതുപോലത്തെ പ്രതിഷ്ഠകളല്ല, നമ്മുടെ മേളിലേക്ക്, അതായത് ഐസായിട്ടാണ് ഗുഹയുടെ ഉള്ളിൽ തനിയെ ഐസ് കൊണ്ട് മൂടുന്ന തനിയെ ഉദ്ഭവിക്കപ്പെടുന്ന ശിവലിംഗമാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാലൊക്കെ കിട്ടും കേട്ടോ. നെറ്റിൽ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഡീറ്റെയിൽസ്.
അപ്പോൾ എന്തായാലും മിനി അമർനാഥ് പറഞ്ഞ ഈ അമ്പലത്തിനെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഇത്ര നേരം പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളും ഇവിടെ ഒന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലെങ്കിലും, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലെങ്കിൽ പോലും നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് എങ്ങനെയൊക്കെയോ എന്താ പറയുക, നമ്മൾ വീഡിയോ ഇങ്ങനെ തൊഴുന്ന സമയത്ത് ആൾക്കാരും കാണാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊഴുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങളെ കൂടെ കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്. സാധാരണ അജുവേട്ടൻ ഒരിക്കലും ഒരു വീഡിയോവും ഒരു അമ്പലങ്ങളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത ആളാണ്. പക്ഷെ എന്തോ ഈ അമ്പലത്തിനെ പറ്റി ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൾ പറഞ്ഞു എന്തായാലും വീഡിയോ എടുക്കാൻ ആൾ സ്വയം എടുത്താണ് കേട്ടോ. എൻ്റെ ഡ്രസ്സ് കണ്ടോ, നല്ല തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറിയതും ഇറങ്ങിയതായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. പക്ഷേ കയറിയത് ഒരു സൈഡിൽ കൂടെ, ഇറങ്ങിയത് വേറൊരു സൈഡിൽ കൂടെ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മല പോലത്തെ സ്ഥലം അല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എടുക്കാൻ പോയില്ലേ വീഡിയോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വാട്ടർ പാർക്ക് ഇത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതൊന്നും കണ്ടില്ല. ഗാർഡൻ ഉണ്ടായിരുന്നു, നടക്കാനുള്ള ഗാർഡൻ, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു കാടിനകത്താണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും അങ്ങനെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എളുപ്പം നമ്മൾ ബാക്കി വന്നിട്ടുള്ള എല്ലാവരും കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2 വീലറിൽ കേട്ടോ. ഒരു ഗ്രാമത്തിനകത്ത് ഉൾഗ്രാമം എന്നൊക്കെ പറയാം. എനിക്ക് നാട്ടിലേക്ക് വന്നൊരു ഫീൽ ചെയ്തത് നമ്മളിവിടെ തൊഴാൻ വന്ന സമയത്ത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ചുറ്റും കാടൊക്കെ ആയിട്ടാണ് കേട്ടോ. കാടിൻ്റെ നടുവിലുള്ള റോഡ്, കുറച്ച് വില്ലേജ് ഏരിയ, സ്റ്റാർട്ടിങ് കുറച്ച് വില്ലേജ് ഏരിയയാണ്. അമ്പലത്തിന് തിരിച്ചു പോകുമ്പോൾ പിന്നെ കാട്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെയിൻ ഹൈവേ ഒക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഒരുപാട് നേരം നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും കണ്ടോ ചെമ്മാനമൊക്കെ പൂത്ത് നിൽക്കുന്നത് ആകാശത്ത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വൈബായിരുന്നു നമുക്ക്. പക്ഷെ മനസ്സിനകത്തൊരു പേടി മാത്രം ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഒക്കെ കാറുകളായതുകൊണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി, ഹൈവേയിലെത്തി. അപ്പോൾ വരുന്ന വഴിക്ക് ഹൈവേയിൽ കുറേ ദൂരം വന്നപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വെള്ളം കുടിക്കാൻ കയറിയപ്പം പുതിയൊരു കുൾഫിയുടെ എന്താ പറയുക ലോഞ്ചിങ്ങിൻ്റെ ഒരു വലിയൊരു ബോർഡ് വെച്ച് കണ്ടപ്പോൾ ആൾക്ക് പിന്നെ കഫൊക്കെ ആയതുകൊണ്ട് ആൾക്ക് വേണ്ടി വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഒരു ബോർഡിൽ കാണുന്ന ആ ഒരു പുതിയ കുൾഫിയുടെ ലോഞ്ചിങ് ആയിരുന്നു അത്. അപ്പോൾ ആൾ 2 കുൾഫി വാങ്ങിച്ചു. ഒന്ന് ആദ്യക്കുട്ടനും കൊടുത്തു, ഒന്ന് എനിക്കും വാങ്ങിച്ചു തന്നു. ഞങ്ങൾ രണ്ടുപേരും ആൾക്ക് ഷെയർ ചെയ്തു അത്. പിന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ബന്ന് കണ്ടപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ, പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ബജ്ജി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്, ബജ്ജിയുടെ എക്സ്പേർട്ടാണ് അജുവേട്ടൻ. അപ്പോൾ ബജ്ജി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ട് പോയി. പക്ഷേ വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി, വണ്ടിയൊക്കെ ഓടിച്ച് ക്ഷീണിച്ചുകൊണ്ട് പിന്നെ ആൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നമ്മൾ കഴിക്കാൻ ലൈറ്റായി പോയി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അത് ഹെവി ആയി പോവും. അപ്പോൾ നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ മഞ്ചൂരിയൻ നൂഡിൽസ്, അതുപോലെ ഡ്രൈ മഞ്ചൂരിയൻ, അതുപോലെ എന്തായിരുന്നു അജുവേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദാൽ ബാട്ടി, ഇതൊക്കെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ നല്ല ഹെവി ആയിരുന്നു. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ എല്ലാം കഴിച്ചപ്പോൾ. അതും എന്താ പറയുക, ആദ്യം ഒരു ചാസ് വാങ്ങിച്ചു, നമ്മൾ ഷെയർ ചെയ്ത് കുടിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അജുവേട്ടന് ദാൽബാട്ടിയുടെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. ഞാനും ആദ്യം ഈ പറഞ്ഞ പോലെ എല്ലാം മഞ്ചൂരിയനും അതേപോലെ തന്നെ നൂഡിൽസും എല്ലാം നമ്മൾ കഴിച്ച്. മഞ്ചൂരിയനൊന്നും മുഴുവനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ബാക്കി വന്ന മഞ്ചൂരിയനൊക്കെ നമ്മൾ പാഴ്സൽ ചെയ്യാൻ കേട്ടോ ചെയ്ത്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ടും വന്ന ഉടനെ വെള്ളം കുടിച്ചു, അതൊക്കെ ചാസ് കുടിച്ചു, അതൊക്കെ കൊണ്ട് വയറ് നിറഞ്ഞു കേട്ടോ നമുക്ക്. അപ്പോൾ അജുവേട്ടൻ ദാൽബാട്ടിയുടെ കൂടെ കിട്ടിയൊരു സ്വീറ്റാണിത്. ചെറുപയറും റവയൊക്കെ ചേർന്നിട്ടുള്ളൊരു സ്വീറ്റാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച്. അജുവേട്ടൻ സ്വീറ്റ് അങ്ങനെ അധികം കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാനും ആദ്യക്കുട്ടനും കേട്ടോ കഴിച്ചത്. ഒരിക്കൽ ഞാൻ കഴിച്ചു, പിന്നെ ആദ്യക്കുട്ടിന് കൊടുത്തു, അവൻ വീണ്ടും കുറച്ചുകൂടെ എനിക്ക് തന്നു. അങ്ങനെ നമ്മളിതെല്ലാം കഴിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുള്ള പാമ്പേരെ വിഴുങ്ങിയൊരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് വയറൊക്കെ നിറഞ്ഞ് ക്ഷീണിച്ചിരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ആദ്യക്കുട്ടിന് ബാക്കി വന്നത് നമ്മൾ കുറച്ച് കഴിച്ചിട്ട് ആദ്യക്കുട്ടിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. തിരിച്ച് എന്നിലേക്ക് തന്നെ വന്നു. പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ എന്താ പറയുക ലാസ്റ്റ് കഴിക്കുന്ന ഈ ഒരു എന്താ പറയുക നമ്മളതിനെ സോഫ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ജീരകവും അതുപോലെ തന്നെ ജീരകമിഠായിയും അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ മിക്സ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഒരിക്കലും വിടത്തില്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് അതൊക്കെ നമ്മൾ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറപ്പെട്ടു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരമായിട്ടുള്ള പലേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മോളാണ് കേട്ടോ. ഇത് വലിയ മോളാണ്. അതിനകത്ത് ഒരുപാട് കടകൾ, ഷോപ്സ് ഉണ്ട്, സിനിമാസ്, തിയേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. അഹമ്മദാബാദിൻ്റെ ഒരു ഹാർട്ടായിട്ടുള്ളൊരു ഭാഗം തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കണ്ട് ആ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ വീടെത്താറായി. അപ്പം നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. വീടെത്തി ഇപ്പം എല്ലാവരും കിടന്നുറങ്ങാൻ പോവാണ്. അപ്പം
നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. ടെറ്റ ബൈ, സി യു. ഉറക്കെ പറ. ആഹാ ഓ, എന്നിട്ട് അച്ഛൻ വെളിയിലാക്കും. ചേൻ്റെ അടുത്തേക്കുള്ള മടിച്ചിരിക്കണം മടിയും ചന്തു. അപ്പം എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.